സൃഷ്ടാവായ ദൈവം നാം വസിക്കുന്ന സ്വർഗതുല്യമായ ഭൂമിയും ഇവയിലുള്ള ജീവജാലങ്ങളെയും എല്ലാറ്റിനും ഉപരിയായി മനുഷ്യനെയും സൃഷ്ടിച്ചെടുത്തപ്പോൾ ഒരു പ്രധാന തീരുമാനം കൂടി എടുത്തു. തൻ്റെ അരുമ മകനായി ഉണ്ണി യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ. ചക്രവാളങ്ങളും നക്ഷത്രവ്യൂഹവും സൃഷ്ടിതൻ വൈഭവം തീർത്തു ദൈവം. പോരായ്മയായൊരു ഭൂമിയും സൃഷ്ടിച്ചു, അതിലായി ജീവജാലങ്ങളും സൃഷ്ടിച്ചു. സൃഷ്ടിതനുപരിയായി മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യർക്കു രക്ഷയ്ക്കായി സുതനെയും സൃഷ്ടിച്ചു. മനുഷ്യർക്കു രക്ഷയ്ക്കായി സുതനെയും സൃഷ്ടിച്ചു. തൻ്റെ മകന്റെ അമ്മയായി അത്യന്തം നിർമ്മലയും പരിശുദ്ധയുമായി കന്യകാമറിയത്തെ തന്നെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് ഒട്ടും പ്രയാസപ്പെടേണ്ടി വന്നില്ല. പക്ഷേ ആരെയാവും തൻ്റെ അരുമ മകന്റെ വളർത്തുപിതാവോട് തിരഞ്ഞെടുക്കുക? ഭൂമി മുഴുവനും ഒരു റൗണ്ട് ഒന്ന് കറക്കി നോക്കി. ഇല്ല, ഒരിടത്തും. ഉണ്ടല്ലോ. ഭൂമിയെ മെല്ലെ മെല്ലെ പിറകോട്ട് കറക്കി നോക്കി. അതാ അവിടെ കുറച്ച് താഴേക്കുള്ള ഒരാൾ കുത്തിയിരുന്ന് എന്തോ പണികളൊക്കെ ചെയ്യുന്നു. നിഷ്കളങ്കനായ ഒരു മരപ്പണിക്കാരൻ. ദാവീദ് രാജവംശത്തിലെ യാക്കോബിന്റെ പുത്രൻ. രാജവംശജനാണെങ്കിലും അതിൻ്റെ ഒരു അഹങ്കാരമോ ഗർവോ ലെവലേശം പോലും ഇല്ലാത്തവൻ. നാട്ടിലെ ഒരു ധർമ്മശീലൻ. ജോസഫ് എന്നു പേരുള്ള യൂസേപ്പ്. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് നീതിമാനായ കുടുംബപിതാവ്. മാളോർക്കത്താണിയാം ദാവീദിൻ വംശജൻ, ധർമ്മിഷ്ഠനാണവൻ, ശാന്തശീലൻ, സത്യമാം നീതിതൻ പാതയിലൂടവേ സ്വർഗപിതാവാകാനായി വീണ്ടെടുത്തു. ലോകൈകനാഥനായി വീണ്ടെടുത്തു. അന്നിച്ചിടിപ്പണി കൂടുതൽ ഉണ്ടായിരുന്നു ജോസഫിന്. ആശാരിപ്പണിയല്ലേ, മര ഉരുപ്പിടികൾ എടുത്തു പൊക്കാനും മറ്റും വേറെ സഹായികൾ ആരുമില്ലായിരുന്നു അദ്ദേഹത്തിന്. കുറച്ച് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കിടന്ന പാടി ഉറങ്ങിപ്പോയി. അതാ അദ്ദേഹം കിടന്ന മുറിയിലേക്ക് ഒരു നേർത്ത പ്രകാശം കടന്നു വിടുന്നു. അല്ല, ഇപ്പോൾ ആ ശക്തമായ പ്രകാശം യൂസഫിന്റെ മേൽ പതിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ജോസഫ്, ജോസഫ്. ഒരു സ്വപ്നത്തിൽ എന്നവണ്ണം ദൂതന്റെ സ്വരം അദ്ദേഹം ശ്രവിച്ചു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളും കന്യകയും ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കുന്നവളുമായ മറിയത്തെ നീ ഭാര്യയായി സ്വീകരിക്കണം. ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും. ദൂതൻ അപ്രത്യക്ഷമായി. നേരം പളപളാ വെട്ടം വയ്ക്കുന്നതേയുള്ളൂ. ജോസഫ് പതുക്കെ എഴുന്നേറ്റിരുന്നു. ആ മുറിയാകെ നല്ലൊരു പരിമളം, ആ സുഗന്ധം. അദ്ദേഹം ഓർത്തു, അതെ, ഇന്നലെ കണ്ട സ്വപ്നം. ഇതേ സുഗന്ധം. ജോസഫ് ചാടി എഴുന്നേറ്റു. അതെ, അത് ശരിക്കും ദൈവത്തിന്റെ ദൂതൻ തന്നെ. രാത്രിയിൽ തന്നെ പേടിച്ചൊല്ലി വിളിച്ചതും തന്ന നിർദ്ദേശങ്ങളും ഓർമ്മ വന്നു. തന്നെ സൃഷ്ടിച്ച ദൈവം, തന്നെ നയിക്കുന്ന ദൈവം, ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ താൻ പാലിക്കേണ്ടവൻ തന്നെ. ഉടൻ തന്നെ ജോസഫ് പുറപ്പെട്ടു. ദൈവത്തിനരുമയാമുണ്ണീശോ ഉദരത്തിൽ പെറിടും കന്യക മറിയത്തെ നിർഭയം ഭാര്യയായുൾക്കൊണ്ടു യൗസേപ്പ് പിതാവുമായി ദൈവത്തിന് അഭിഷേകം വരദാനമായി. ദൈവത്തിന് അഭിഷേകം വരദാനമായി. നീതിമാനെന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്നു ആ പിതാവ്. അന്നത്തെ യഹൂദ നിയമം അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹിതരെ പോലെ പരിഗണിക്കപ്പെടും. വിവാഹേതര ബന്ധങ്ങളെല്ലാം വലിയ തെറ്റായി കരുതുകയും കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്യുമായിരുന്നു. യൗസേപ്പ് പിതാവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ മറിയം യൗസേപ്പ് പിതാവിൽ നിന്നല്ലാതെ ഗർഭവതിയായതിനാൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമായിരുന്നു. എന്നാൽ ജോസഫ് മറിയത്തെ കളങ്കപ്പെടുത്തുകയോ അപമാനിക്കുകയോ ചെയ്തില്ല. താൻ മൂലം തൻ്റെ ജീവിത പങ്കാളിയുടെ
ഒരു തുള്ളി കണ്ണീര് പോലും ഈ ഭൂമിയിൽ വീഴാൻ അനുവദിക്കില്ല എന്ന ആ സ്നേഹനിധിയായ പിതാവിൻ്റെ നിർബന്ധ ബുദ്ധി തന്നെയാണ് ആ കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റിയതും യൗസേപ്പിനെ നീതിമാനാക്കിയതും. കുടുംബങ്ങൾ കത്താണിയാകുന്ന നാദാനിൻ സന്നിധിയിൽ ചേരുന്നു ഞങ്ങളും നായി. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കഷ്ടങ്ങളേറുമ്പോൾ സാന്ത്വനമാകുന്നു നിന്റെ നാമം. യൗസേപ്പിതാവേ, കാവൽ പിതാവേ, പൂജിതമാകുന്നു നിന്റെ നാമം. യൗസേപ്പിതാവേ, കാവൽ പിതാവേ, പൂജിതമാകുന്നു നിന്റെ നാമം. വർഷങ്ങളോടെ നീണ്ട പ്രണയത്തിനും സ്നേഹത്തിനും ഒടുവിൽ നിരവധി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിതം ആരംഭിക്കുന്നവർ പോലും 3-4 മാസങ്ങൾ കൊണ്ട് ബന്ധം വേർപിരിയാനായി കുടുംബ കോടതിയിലെത്തുന്ന വാർത്തകൾ കൂടുമ്പോൾ, അപ്പനും അമ്മയും മക്കളും 3 തട്ടിലായി ചിതറിക്കപ്പെടുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഓർക്കുക, ഉപേക്ഷിക്കാനും തള്ളിക്കളയാനും കാരണങ്ങൾ ഒരുപാടുണ്ടായിട്ടും തൻ്റെ ജീവിത പങ്കാളിയെയും കുഞ്ഞിനെയും സംരക്ഷിക്കാനായി സ്വപ്നത്തിലെ ദർശനമനുസരിച്ച് പ്രവർത്തിക്കുകയും കുടുംബം പോറ്റാനായി മരപ്പണി ചെയ്യുകയും ചെയ്ത സ്നേഹനിധിയും വിശ്വസ്തനുമായ പിതാവായിരുന്നു നമ്മുടെ യൂസേപ്പ്. വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കപ്പെടുന്നത് തിരുക്കുടുംബനാഥനായ വിശുദ്ധ യൂസേപ്പ് എന്നാണ്. പിതാവായ വിശുദ്ധ യൂസേപ്പ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും ക്ലേശങ്ങളെയും ധൈര്യപൂർവം നീതിപൂർവം അഭിമുഖീകരിക്കുന്നതിൽ നമുക്ക് മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട്. റോമ ചക്രവർത്തി അഗസ്റ്റസ് സീസർ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിലുള്ള എല്ലാവരെയും അവരവരുടെ സ്വദേശങ്ങളിൽ ചെന്ന് പേരെഴുതിക്കണമെന്ന് പ്രഖ്യാപിച്ചപ്പോഴും അദ്ദേഹം താമസം വിന അനുസരിച്ചു. ഒരു ലൗകിക ചക്രവർത്തിയുടെ കൽപ്പനയും ഒരു ദൈവഹിതമായിട്ടാണ് അദ്ദേഹം ദർശിച്ചത്. പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൂട്ടി താമസം കൂടാതെ ബെത്ലഹേമിലേക്ക് പോവുകയും ചെയ്തു. ദൈവം സാമൂൽ ദീർഘദർശി വഴി സാവൂളിനോട് അരുൾ ചെയ്ത വാക്യം അനുസരണയാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമായതെന്ന്. സജ്ജീവിതം വഴി അനുസരണം ജീവിതത്തെ എങ്ങനെ സംതൃപ്തമാക്കണമെന്നും ആനന്ദപ്രദമാക്കണമെന്നും നമുക്ക് കാണിച്ചു തന്നു ആ പിതാവ്. ചുടുചോര ചിറ്റിത്തെറിക്കും ബലി ദൈവത്തിൻ പ്രീതിക്കായി ചെയ്തിടുമ്പോൾ അതിന്മേലെ വർത്തിക്കും അനുസരണം ബലിയേക്കാൾ നന്മയായി ശോഭിച്ചിടും, ബലിയേക്കാൾ നന്മയായി ശോഭിച്ചിടും. തൻ്റെ ചിന്തകളും പ്രവൃത്തികളും എന്തു തന്നെയായാലും അവയെല്ലാം ഈശോയ്ക്ക് വേണ്ടിയും അമ്മ മാതാവിന് വേണ്ടിയും കരുതലോടെ പ്രവർത്തിച്ചു. ദൈവത്തിന് സംപ്രേജനകമായി വർദ്ധിച്ചു. നമുക്കറിയാം, ഇന്ന് എത്രയോ വിശുദ്ധർ നമുക്കുണ്ട്. പല പല അത്ഭുതങ്ങൾ നടത്തിയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഘോഷണങ്ങൾ നടത്തിയും മറ്റും. വിശുദ്ധ യൂസേപ്പ് ഇങ്ങനെയൊന്നും ചെയ്തില്ല. പക്ഷേ ലോകജനതയുടെ മനസ്സുകളിൽ നല്ലൊരു അപ്പനായി, നല്ലൊരു കാവൽക്കാരനായി, നല്ലൊരു നീതിമാനായി, നല്ലൊരു മാർഗദർശിയായി എക്കാലവും വാഴുന്നു. ഇന്ന് നാം യൂസേപ്പ് പിതാവിൻ്റെ നാമധേയത്തിൽ ധാരാളം ദേവാലയങ്ങൾ പണിതും ഈ ദേവാലയങ്ങളിൽ ആണ്ടുതോറും നേർച്ച സത്യങ്ങൾ നടത്തിയും ഈ പിതാവിനോടുള്ള ആദരവ് നാം പ്രകടിപ്പിക്കാറുണ്ട്. ഇതാ ഈ ഊട്ടുനേർച്ചയിലേക്കൊന്ന് കണ്ണോടിച്ചാൽ കുത്തരി, വെള്ളരി, ചക്കരി ചോറുണ്ട്, ബ്രോയിലർ ചിക്കനും കറിയുണ്ട്, നെയ്മീൻ, വേറൊരു സദ്യയിൽ കിച്ചടി, പുളിശ്ശേരി, വെളുത്തുണ്ട്, എരിശ്ശേരി, വെണ്ടയ്ക്ക തോരനും, ഒഴുകുവാൻ രസമുണ്ട്, കുമ്പളങ്ങ ചാറുണ്ട്, സദ്യകൾ കൊഴുപ്പിക്കാൻ പായസക്കൂട്ടുണ്ട്, സദ്യകൾ കൊഴുപ്പിക്കാൻ പായസക്കൂട്ടുണ്ട്. ഓർക്കുക, നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഈ പിതാവിൻ്റെ ദർശനങ്ങൾ ഉണ്ടാകും. നിന്റെ അയൽക്കാരൻ്റെ പട്ടിണി മാറ്റാതെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ വേദനകൾ കാണാതെ, വിശുദ്ധന്റെ പേരിലുള്ള ഊട്ടുനേർച്ചകൾ നടത്തിയത് കൊണ്ടോ അതിൽ പങ്കുചേരുന്നത് കൊണ്ടോ നമ്മുടെ ബലി പൂർത്തിയാകുകയില്ല. ആധുനിക ലോകം വിശുദ്ധ യൂസേപ്പിൻ്റെ ദാർശനിക മൂല്യങ്ങൾ വിലയിരുത്തുമ്പോൾ പിതാവിൻ്റെ ജീവിതത്തോടുള്ള നിശബ്ദമായ കാഴ്ചപ്പാടുകളും നീതിബോധത്തോടെയുള്ള, ലക്ഷ്യബോധത്തോടെയുള്ള, മൗനത്തോടെയുള്ള ശക്തിപ്രയാണവുമൊക്കെ മാനവിക ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ദൈവം അവിടുത്തെ വിശുദ്ധന്മാരിലൂടെ മഹത്വം പ്രാപിക്കുമെന്ന് വത്തിക്കാൻ സുനകദോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ വത്സല പിതാവ് ദൈവമാതാവ് കഴിഞ്ഞാൽ മാനവകുലത്തിന് ഏറ്റവും ബഹുമാന്യനും വിശുദ്ധനും
ഏറ്റവും വണക്കത്തിനും അർഹനാണ്. ഭൂമിയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനക്കാരനായി സഭ കണക്കാക്കുന്നത് കൊണ്ട് തന്നെ മാർ യൂസഫിനെ സഭയുടെ സാർവത്രിക മധ്യസ്ഥനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി എപ്രകാരമാണ് ഉത്തമമായ രീതിയിൽ യേശുവിനെ തൻ്റെ ജീവിതത്തിൽ സംവഹിക്കേണ്ടതെന്ന് യൂസഫ് പിതാവ് നമുക്ക് കാണിച്ചു തന്നു. ജീവിത പാതയിൽ തേടുന്ന യാത്രയിൽ അർപ്പിതമാകുന്ന വേള ഇതിൽ ദർശനമേകുന്ന നീതിബോധങ്ങൾ ലക്ഷ്യത്തിലേക്കുള്ള ഹ്രസ്വമ മാർഗങ്ങൾ സ്വീകരിക്കാം. ഞങ്ങൾ നന്ദിയോടെ സ്വീകരിക്കാം. ഞങ്ങൾ നന്ദിയോടെ. ദൈവപിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നതാണ് വിശുദ്ധിയുടെ മാനദണ്ഡമെന്ന് നമ്മെ പഠിപ്പിച്ചു തന്ന വിശുദ്ധ യൂസഫ് പിതാവ്. ഒരിക്കലും മരണമില്ലാത്ത എന്നാൽ മരണത്തിരുന്നാൾ ആഘോഷിക്കപ്പെടുന്ന ഈ വിശുദ്ധൻ നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. നിർത്തുന്നു. നന്ദി.